ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 11ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള 7, 8, 9 എന്നീ അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനസാക്ഷി എന്നാൽ എന്ത്? നന്മയും തിന്മയും തമ്മിൽ വിവേചിച്ചറിയാൻ സഹായിക്കുകയും നന്മയുടെ പ്രചോദനങ്ങൾക്കൊത്ത് ചരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആന്തരിക ആഹ്വാനം അഥവാ സ്വരമാണ് മനസാക്ഷി. തെറ്റ് ചെയ്യാതിരിക്കുവാനും ചെയ്തുപോയാൽ പശ്ചാത്തപിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ആന്തരിക ശക്തിയും മനസാക്ഷി തന്നെ. മനുഷ്യജീവിതത്തിൽ മനസാക്ഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് 2ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നതെന്ത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മനസാക്ഷി മുഖേനയാണ് അവൻ ദൈവിക നിയമങ്ങൾക്കനുസരിച്ചുള്ള കടമകൾ കണ്ടറിഞ്ഞ് അംഗീകരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഈ മനസാക്ഷിയെ അനുസരിക്കാൻ മനുഷ്യന് കടമയുണ്ട്. അവൻ്റെ അന്തിമ ലക്ഷ്യമായ ദൈവത്തിലെത്തിച്ചേരാൻ ഇത് ആവശ്യവുമാണ്. തന്മൂലം മനസാക്ഷിക്കെതിരായി പ്രവർത്തിക്കുന്നതിനെ ആരെയും നിർബന്ധിച്ചുകൂടാ. അതുപോലെ തന്നെ സ്വന്തം മനസാക്ഷിയനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്ന് ആരെയും തടയാനും പാടില്ല. തെറ്റായ മനസാക്ഷി രൂപീകരിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 1. സ്വാർത്ഥത കാരണം. 2. പെട്ടെന്നുള്ള വികാരങ്ങൾ മൂലം. 3. ആരുടെയെങ്കിലും സ്വാധീനം കൊണ്ട്. 4. ശരിയെന്ത് തെറ്റെന്ത് എന്നതിനെക്കുറിച്ച് അറിയാത്തതിനാൽ. ഡാഷ് മനുഷ്യൻ്റെ അതിനിഗൂഢമായ കേന്ദ്രബിന്ദുവും ശ്രീകോവിലുമാണ് മനസാക്ഷി. വിവിധ തരത്തിലുള്ള മനസാക്ഷികൾ ഏവ വിശദമാക്കുക. 1. ധാർമ്മിക മനസാക്ഷി. എല്ലാ കാര്യങ്ങളിലും വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാനും നമ്മെ സഹായിക്കുന്നത് ധാർമ്മിക മനസാക്ഷിയാണ്. 2. സുനിശ്ചിത മനസാക്ഷി. തൻ്റെ വിധി ശരിയാണെന്ന സാമാന്യ ഉറപ്പ്. 3. പാപകരമായ മനസാക്ഷി. ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. 4. ചഞ്ചല മനസാക്ഷി. തെറ്റ് ഏതാണ് ശരിയേതാണ് എന്ന് തീരുമാനമെടുക്കാൻ കഴിയാതെ എപ്പോഴും തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. 5. സംശയ മനസാക്ഷി. പാപമല്ലാത്ത കാര്യങ്ങൾ പോലും പാപമാണെന്ന് കരുതുക. നിസ്സാര തെറ്റുകൾ പോലും വലിയ കുറ്റങ്ങളാണെന്ന് കരുതുക. ലാഘവ മനസാക്ഷി. വലിയ തെറ്റുകളെ നിസ്സാരമായി കാണുക. ചെറിയ തെറ്റുകളെ തെറ്റുകളല്ല എന്ന് കരുതുക. 7. ആർദ്ര മനസാക്ഷി. ശരിയും തെറ്റും കൃത്യമായി വേർതിരിച്ചറിയുന്നു. ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. നന്മയുടെ പാതയിലൂടെ മാത്രം ജീവിക്കാൻ ശ്രമിക്കുന്നു. സ്വന്തം ധാർമ്മിക ജീവിതത്തിൻ്റെ വീഴ്ചകൾ, പോരായ്മകൾ മുതലായവ കുറ്റബോധത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമാവും. 8. തെറ്റായ മനസാക്ഷി. തെറ്റായ കാര്യങ്ങളെ ശരിയായി വ്യാഖ്യാനിക്കുന്നത്. 9. മരവിച്ച മനസാക്ഷി. നന്മ ചെയ്യുവാൻ മനസ്സിലുണ്ടാവുന്ന ചിന്തകളെ മനഃപൂർവ്വം അവഗണിക്കുന്നത്. നന്മ ചെയ്യുന്നതും തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്നതും തൻ്റെ കാര്യമല്ല എന്ന് കരുതുന്നത്. ക്രൈസ്തവനെന്ന നിലയിൽ ക്രിസ്തീയ പ്രബോധനങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ച് ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്ന ഡാഷ് ആണ് ക്രിസ്തീയ മനസാക്ഷി, ധാർമ്മിക മനസാക്ഷി. മനസാക്ഷി ജന്മസിദ്ധമാണെങ്കിലും ഡാഷ് മനസാക്ഷി രൂപീകരിക്കപ്പെടേണ്ട ഒന്നാണ്, ധാർമ്മിക മനസാക്ഷി. ധാർമ്മിക മനസാക്ഷി രൂപീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേവ. 1. നന്മതിന്മകളെക്കുറിച്ച് അറിവ് നേടണം. 2. സത്യത്തോട് തുറവിയുണ്ടാകണം. 3. വ്യക്തമായ തീരുമാനങ്ങളെടുക്കണം. 4. സ്വാതന്ത്ര്യം സംരക്ഷിക്കണം. 5. പരോന്മുഖമായിരിക്കണം. 6. പ്രകൃത്യോന്മുഖമായിരിക്കണം. മനസാക്ഷി രൂപീകരണത്തിലെ പ്രഥമ പടിയേത്? നന്മതിന്മകളെക്കുറിച്ച് അറിവ് നേടുക. നന്മതിന്മകളെക്കുറിച്ച് വ്യക്തമായ അറിവ് നൽകുന്നത് ഡാഷാണ്, മൂല്യങ്ങൾ. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മൂല്യങ്ങളും ഡാഷിലും അധിഷ്ഠിതമായിരിക്കണം. ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും. ഓരോ മനുഷ്യനും ഭൂമിയുടെ നാഥനല്ല, മറിച്ച് ദൈവത്തോട് സഹകരിച്ച് ഭൂമിയെ സംരക്ഷിക്കുവാനുള്ള വിളിയും ഉത്തരവാദിത്വവും ഉള്ളവരാണെന്ന ബോധ്യത്തോടെ മനസാക്ഷിയെ രൂപപ്പെടുത്തണം എന്ന് ഉത്ബോധിപ്പിച്ചതാരെ എവിടെ? ഫ്രാൻസിസ് പാപ്പ അങ്ങേക്ക് സ്തുതി എന്ന ചാക്രിക ലേഖനത്തിൽ.
സൃഷ്ടാവായ ദൈവവുമായുള്ള സമാധാനം എല്ലാ സൃഷ്ടികളോടുമുള്ള സമാധാനമാണെന്ന് ഉത്ബോധിപ്പിച്ചതാര്? വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. എന്താണ് ക്രിസ്തീയ മനസാക്ഷി? ക്രിസ്തീയ മനസാക്ഷിയെ ധാർമ്മിക മനസാക്ഷിയിൽ നിന്നും വേർതിരിക്കുന്നത് എന്ത്? നന്മയും തിന്മയും വേർതിരിച്ചറിയാനും തിന്മ സ്വീകരിക്കാതിരിക്കുവാനും ക്രിസ്തീയ പ്രബോധനങ്ങൾക്കനുസരിച്ച് രൂപീകരിക്കപ്പെടുന്ന മനസാക്ഷിയാണ് ക്രിസ്തീയ മനസാക്ഷി. വ്യത്യാസങ്ങൾ: ധാർമ്മിക മനസാക്ഷി, ക്രിസ്തീയ മനസാക്ഷി. 1. നന്മയുടെ മനോഭാവങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെടുന്നത്. നന്മയുടെ മനോഭാവങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെടുന്നത്. 2. നന്മയെന്തെന്ന് വസ്തുനിഷ്ഠമായി കണ്ടെത്തുന്നു. ഈശോയുടെ പ്രബോധനങ്ങളുടെയും ശൈലിയുടെയും അടിസ്ഥാനത്തിൽ നന്മ എന്തെന്ന് നിർണ്ണയിക്കുന്നു. 3. ഞാൻ സ്വന്തം വിലയിരുത്തലിൽ കണ്ടെത്തുന്ന നന്മ. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അടിസ്ഥാനമാക്കിയ നന്മ. നന്മയെ സ്വന്തം ശൈലിയിൽ വ്യാഖ്യാനിക്കുന്നു. നന്മയെ ഈശോയുടെ ശൈലിയിൽ വ്യാഖ്യാനിക്കുന്നു. ക്രിസ്തീയ മനസാക്ഷി അടിസ്ഥാനമാക്കുന്നത് ഈശോയുടെ ശൈലിയാണ്. എന്തായിരുന്നു ഈശോയുടെ ശൈലി? നല്ല സമരക്കാരനിൽ ദർശിച്ച ശൈലി. വിധവയുടെ കാണിക്കയ്ക്ക് പരമമായ മൂല്യം കൊടുത്ത ശൈലി. കുഷ്ഠരോഗിയെയും രക്തസ്രാവക്കാരിയെയും അന്ധനെയും പാപികളെയും ചേർത്ത് പിടിച്ച് സൗഖ്യം കൊടുത്ത ശൈലി. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും നൽകിയ ശൈലി. ഏത് സാഹചര്യത്തിലും ദേവതാവിൻ്റെ ഇഷ്ടത്തിന് പരമപ്രാധാന്യം കൊടുത്ത ശൈലി. ക്രിസ്തീയ മനസാക്ഷി രൂപീകരണത്തിന് മാർഗദർശകമായ ഘടകങ്ങളേവ: 1. ഈശോമിശിഹ, 2. ദൈവവചനം, 3. പരിശുദ്ധാത്മാവ്, 4. സഭാപ്രബോധനങ്ങൾ. ഡേഷാണ് ക്രൈസ്തവ ജീവിതത്തിന് മാർഗദർശനം നൽകുന്നത്? ദൈവവചനം. ക്രിസ്തീയ മനസാക്ഷി നന്മയിൽ നിലനിർത്തുന്നത് ഡേഷാണ്? പരിശുദ്ധാത്മാവ്. ധാർമ്മിക മനസാക്ഷി രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ പങ്ക് എപ്രകാരമായിരിക്കണം? മാതാപിതാക്കൾ പ്രകടിപ്പിക്കുന്ന ധാർമ്മിക മാനദണ്ഡങ്ങളും മൂല്യങ്ങളും പെരുമാറ്റ മാതൃകകളും കുട്ടി സ്വന്തമാക്കും. മാതാപിതാക്കളുടെ മനസാക്ഷി കുട്ടികളുടെ മനസാക്ഷിയെ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ സന്മാതൃകകളും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളും പരമപ്രാധാന്യം അർഹിക്കുന്നവയാണ്. ക്രിസ്തീയ മനസാക്ഷി രൂപീകരണത്തിനുള്ള പ്രധാന സഭാപ്രബോധനങ്ങളേവ: 1. തിരുസഭയുടെ കൽപ്പനകൾ. 2. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധന രേഖകൾ. 3. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. 4. മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങൾ, അപ്പസ്തോലിക പ്രബോധനങ്ങൾ. 5. സീറോ മലബാർ സിനഡ് പ്രബോധനങ്ങൾ. ക്രിസ്തീയ മനസാക്ഷി രൂപീകരണത്തിൽ മാധ്യമങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? തിന്മയൊന്നുമില്ല, എല്ലാം അനുവദനീയമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരും ശാസ്ത്രം മാത്രമാണ് സത്യമെന്ന് പ്രചരിപ്പിക്കുന്നവരും ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നവരും ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ മാധ്യമ ലോകം. അതുകൊണ്ട് നാം പ്രാവുകളുടെ നിഷ്കളങ്കതയോടൊപ്പം സർപ്പത്തിൻ്റെ വിവേകവും ഉള്ളവരായിരിക്കണം. വാർത്തകൾക്ക് പിന്നിലെ സത്യവും കാണുന്നതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യവും വാക്കുകൾക്ക് പിന്നിലെ ഉദ്ദേശവും നമ്മൾ തിരിച്ചറിയണം. അധ്യായം 8. വിശുദ്ധ ബൈബിൾ, ദൈവത്തിൻ്റെ വചനം. ബൈബിൾ ദൈവം നമുക്കയച്ച പ്രേമലേഖനമാണ്. ഇത് പറഞ്ഞതാര്? സോറൻ കീർക്കെഗോർ. എന്തുകൊണ്ടാണ് ബൈബിൾ ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടത്? ലോകത്തെ ഏറ്റവും അധികം വിശ്വാസികളുള്ള മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. കലാസാഹിത്യ സൃഷ്ടികൾക്ക് പ്രചോദനം നൽകുന്ന ഗ്രന്ഥമാണ്. ഉപമകൾ, സരോപദേശ കഥകൾ, പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, ചരിത്ര വിവരണങ്ങൾ, യാത്രാവിവരണങ്ങൾ, താത്വിക വിചിന്തനങ്ങൾ, അത്ഭുതങ്ങൾ, പ്രതീകങ്ങൾ എന്നിങ്ങനെ ഓരോ മനുഷ്യൻ്റെയും അഭിരുചിക്കനുസരിച്ച് വായിക്കാനുതകുന്ന ഗ്രന്ഥമാണ്. ദൈവത്തെ വിശുദ്ധ ലിഖിതത്തിൻ്റെ ഗ്രന്ഥകാരൻ എന്നും മനുഷ്യനെ വിശുദ്ധ ലിഖിതത്തിൻ്റെ എഴുത്തുകാരൻ എന്നും വിശേഷിപ്പിച്ചതാര്? മഹാനായ ഗ്രിഗറി. ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ക്രിസ്തുമത വിശ്വാസികൾ? 31%. ബൈബിൾ ദൈവനിവേശിതം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? 1. വിശുദ്ധ ഗ്രന്ഥ പുസ്തകങ്ങളുടെ രചനയിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ പ്രചോദനം രചയിതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. 2. ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ടതിനാൽ ദൈവം ആഗ്രഹിച്ചവ മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളൂ. 3. ദൈവികമായ വിഷയങ്ങളുടെ പ്രബോധനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് തെറ്റുപറ്റുകയില്ല. 4. വിശുദ്ധ ഗ്രന്ഥ രചയിതാക്കളുടെ തനത് ഭാഷാശൈലിയും ദൈവശാസ്ത്ര ദർശനങ്ങളും
അവരുടെ രചനകളിൽ പ്രതിഫലിക്കുന്നു. ദൈവനിവേശനം എന്നാൽ എന്ത്? മാനുഷികമായ രീതിയിലും വാക്കുകളിലും ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ എഴുതപ്പെടുകയും അപ്രകാരം എഴുതപ്പെട്ട തിരുലിഖിതങ്ങളെ ദൈവിക വെളിപാടുകളുടെയെല്ലാം മാനദണ്ഡമായി മാറ്റുകയും ചെയ്ത ദൈവിക പ്രവൃത്തിയാണ് ദൈവനിവേശനം. ദൈവിക വെളിപാട് അഥവാ ദൈവാവിഷ്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ദൈവം തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയ പ്രക്രിയയാണ് ദൈവിക വെളിപാട് അഥവാ ദൈവാവിഷ്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവിക വെളിപാട് പൂർണ്ണമാക്കപ്പെട്ടത് ആരിൽ? മനുഷ്യാവതാരം ചെയ്ത വചനമായ ഈശോയിൽ. ദൈവിക വെളിപാടിൻ്റെ വിവിധ ഘട്ടങ്ങളേവ: 1. സൃഷ്ടപ്രപഞ്ചത്തിലൂടെയുള്ള ദൈവിക വെളിപാട്. 2. സന്ദേശവാഹകരിലൂടെയുള്ള ദൈവിക വെളിപാട്. 3. ഈശോ ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത. 4. ദൈവിക വെളിപാടും തിരുസഭയും. ദൈവം തൻ്റെ സ്നേഹവും കാരുണ്യവും ആദ്യമായി വെളിപ്പെടുത്തിയത് ഡാഷിലാണ്, സൃഷ്ടികർമ്മത്തിലൂടെയാണ്. ദൈവിക വെളിപാടിൻ്റെ സാർവത്രിക ഭാവമാണ് ഡാഷ്, സൃഷ്ടപ്രപഞ്ചം. ഡാഷ് എന്ന ആമുഖ വചനത്തോടെയാണ് സന്ദേശവാഹകരിലൂടെ സന്ദേശങ്ങൾ ആരംഭിച്ചിരുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവിക വെളിപാടിൻ്റെ കൈമാറ്റം നടന്ന 2 സ്രോതസ്സുകൾ വിശുദ്ധ ലിഖിതവും വിശുദ്ധ പാരമ്പര്യവും. വിശുദ്ധ പാരമ്പര്യം എന്നാൽ എന്ത്? അപ്പസ്തോലന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയും ലിഖിത രൂപത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്താത്തതുമായ വെളിപാടുകളെ തിരുസഭയുടെ വിശുദ്ധ പാരമ്പര്യം എന്ന് വിളിക്കുന്നു. വിശുദ്ധ ലിഖിതം മനസ്സിലാകണമെങ്കിൽ വിശുദ്ധ പാരമ്പര്യം കൂടിയേ തീരൂ. എന്തുകൊണ്ട്? വിശുദ്ധ ലിഖിതങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും അപ്പസ്തോലന്മാർ, സഭാപിതാക്കന്മാർ തുടങ്ങിയവർ ദൈവവചനത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നതും നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ പാരമ്പര്യത്തിലൂടെയാണ്. ബൈബിളിൽ 73 പുസ്തകങ്ങൾ, പഴയ നിയമത്തിൽ 46, പുതിയ നിയമം 27. പഴയ നിയമത്തിൽ 1074 അധ്യായങ്ങൾ, പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങൾ. പഴയ നിയമം എഴുതപ്പെട്ട ഭാഷകൾ ഹീബ്രു, ഗ്രീക്ക്. ഹീബ്രുവിൽ 43, ഗ്രീക്കിൽ 3 പുസ്തകങ്ങൾ. പുതിയ നിയമം എഴുതപ്പെട്ട ഭാഷ ഗ്രീക്ക്. കാനോൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അളവുകോൽ. ബൈബിളിലെ 73 പുസ്തകങ്ങളെ കാനോനിക ഗ്രന്ഥങ്ങളായി പ്രഖ്യാപിച്ച സുനഹദോസ്, 2-ാം നിക്യ സുനഹദോസ്, AD 797. പഴയ നിയമഗ്രന്ഥങ്ങൾ 46 എണ്ണമുണ്ടെന്ന് പ്രഖ്യാപിച്ച സഭാപിതാക്കന്മാർ വിശുദ്ധ ജെറോം, വിശുദ്ധ അഗസ്റ്റിൻ. പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനമേത്? സെപ്തജിന്ത്. ബൈബിളിൻ്റെ ലത്തീൻ വിവർത്തനമേത്? ഉൾഗാത്ത. ബൈബിളിൻ്റെ സുറിയാനി വിവർത്തനമേത്? പിശീത്ത. വിശുദ്ധ ബൈബിളിൻ്റെ സമ്പൂർണ്ണ വിവർത്തനം മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1841-42 കോട്ടയം CMS പ്രസ്സിൽ നിന്ന്. കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ച മലയാള ബൈബിൾ വിവർത്തനമേത്? ആര് എന്ന് പ്രസിദ്ധീകരിച്ചു? 1981 KCBC ബൈബിൾ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച POC ബൈബിൾ. ബൈബിൾ വചനങ്ങളുടെ വിവിധ അർത്ഥങ്ങളേവ: 1. വാജ്യാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും വാക്യ വിശകലനത്തിൽ നിന്ന് ലഭിക്കുന്നതുമായ അർത്ഥമാണ് വാജ്യാർത്ഥം. 2. ആധ്യാത്മികാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന ദൈവവചനത്തിനും സംഭവങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും വാജ്യാർത്ഥങ്ങൾക്കതീതമായ ഒരു ആന്തരികാർത്ഥമുണ്ട്. മനുഷ്യൻ്റെ ആധ്യാത്മിക വളർച്ചയ്ക്ക് ശക്തി പകരുന്ന സന്ദേശങ്ങളാണ് ആധ്യാത്മികാർത്ഥം എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ആധ്യാത്മികാർത്ഥം 3ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പ്രതീകാത്മകാർത്ഥം. ബൈബിൾ സംഭവങ്ങളെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ അവയെ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. ധാർമ്മികാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളും സംഭവങ്ങളും ധാർമ്മികമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. സനാതനാർത്ഥം. വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന വസ്തുതകളും സംഭവങ്ങളും നമ്മുടെ യഥാർത്ഥ ഭവനമായ സ്വർഗത്തെ ലക്ഷ്യമാക്കി കാണാനും മനസ്സിലാക്കുവാനും സഹായിക്കുന്നവയാണ്. ബൈബിൾ സംഭവങ്ങളുടെ പ്രതീകാത്മക അർത്ഥത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഇസ്രായേൽക്കാർ കടൽ കടക്കുന്നത് ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെയും തന്മൂലം ക്രിസ്തീയ മാമോദിസയുടെയും അടയാളമാണ്. ബൈബിൾ വ്യാഖ്യാനത്തിൽ ശ്രദ്ധിക്കേണ്ട 7 തത്വങ്ങളേവ: 1. മാനുഷിക ഭാഷയിലുള്ള ദൈവവചനമാണ് ബൈബിളിലുള്ളത്. അതുകൊണ്ട് ബൈബിൾ വായനയിലും വ്യാഖ്യാനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആവശ്യമാണ്. 2. ബൈബിളിലൂടെ ദൈവം നൽകിയ അടിസ്ഥാന വെളിപാടിനെ ആധാരമാക്കിയാണ് വ്യക്തിപരമായ വെളിപാടിനെ വ്യാഖ്യാനിക്കേണ്ടത്. 3. ബൈബിളിലെ ഓരോ വചനത്തെയും മുഴുവൻ ബൈബിളിൻ്റെയും സമഗ്രതയിൽ വ്യാഖ്യാനിക്കണം. ഒരു വചനമോ ഭാഗമോ മാത്രം വേർതിരിച്ച് വ്യാഖ്യാനിക്കുന്നത് ദൈവിക വെളിപാടിൻ്റെ സമഗ്രതയെ നിഷേധിക്കലാണ്. 4.
മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും ആവശ്യമായ സത്യങ്ങളാണ് ബൈബിളിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ അടിസ്ഥാന ലക്ഷ്യം മറന്നുകൊണ്ടുള്ള വ്യാഖ്യാനം സ്വീകരിക്കരുത്. 5. വിശുദ്ധ ഗ്രന്ഥരചനയിൽ ഗ്രന്ഥകർത്താവിനെ പ്രചോദിപ്പിച്ച പരിശുദ്ധാത്മാവ് തന്നെ വചനത്തിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാൻ വചനവ്യാഖ്യാനം നടത്തുന്ന സഭയെ പ്രചോദിപ്പിക്കുന്നു. 6. ബൈബിളിലൂടെ ദൈവം എല്ലാ തലമുറകളോടും തൻ്റെ വചനം അറിയിക്കുന്നു. അതിനാൽ വചന വായനയും വ്യാഖ്യാനവും സജീവമായ ദൈവസ്വരം നേരിട്ട് ശ്രവിക്കുന്നതാണ്. 7. സഭയുടെ സജീവ പാരമ്പര്യത്തോട് ചേർന്ന് നിന്ന് വേണം ദൈവവചന വ്യാഖ്യാനം നിർവഹിക്കുവാൻ. അധ്യായം 9. ക്രിസ്തീയ ജീവിതം തിരുവചനാധിഷ്ഠിതം. ദൈവവചനത്താൽ ജീവിത പരിവർത്തനം സംഭവിച്ച 2 വ്യക്തികളുടെ പേരെഴുതുക. വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. വചനത്തിൻ്റെ ധർമ്മമെന്ത്? 1. ജീവൻ നൽകുക. 2. രൂപാന്തരപ്പെടുത്തുക. 3. വിശുദ്ധീകരിക്കുക. 4. രക്ഷിക്കുക. 5. ശിക്ഷിതരാക്കുക. 6. സൗഖ്യം നൽകുക. 7. വിമോചിപ്പിക്കുക. ദൈവവചനം ഒരു വ്യക്തിയിൽ ഒരുക്കുന്ന 4 തരത്തിലുള്ള രൂപാന്തരീകരണമേവ. 1. പ്രബോധനം, എന്ത് പ്രവർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്നു. 2. ശാസനം, എന്ത് പ്രവർത്തിക്കരുതെന്ന് പഠിപ്പിക്കുന്നു. 3. തെറ്റുതിരുത്തൽ, തിന്മ ചെയ്താൽ നന്മയിലേക്ക് എപ്രകാരം എത്തണമെന്ന് പഠിപ്പിക്കുന്നു. 4. നീതിയിലുള്ള പരിശീലനം, നന്മയിൽ നിലനിൽക്കാൻ എന്തു ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു. വിമോചിപ്പിക്കുന്ന വചനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പാപങ്ങളിൽ നിന്നും, പാപസാഹചര്യങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും നമ്മെ വിമോചിപ്പിച്ച് വിശുദ്ധീകരിക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവവചനം. ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനിലേക്ക് പാപം പ്രവേശിക്കുകയില്ല. അവതരിച്ച വചനമായ ഈശോയുടെ ദൗത്യം മനുഷ്യവർഗത്തിൻ്റെ സമഗ്ര വിമോചനമാണ്. വചനാധിഷ്ഠിത ജീവിതം നയിക്കാൻ നാം എന്തു ചെയ്യണം? 1. ദൈവവചനം വായിക്കണം. 2. ദൈവവചനം ശ്രവിക്കണം. 3. ദൈവവചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കണം. 4. ദൈവവചനം ധ്യാനിക്കണം. 5. ദൈവവചനാനുസൃതം പ്രവർത്തിക്കണം. 6. ദൈവവചനം പ്രഘോഷിക്കണം. 7. ദൈവശക്തിക്കായി പ്രാർത്ഥിക്കണം. വചനാധിഷ്ഠിത ജീവിതം നയിക്കാൻ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് എന്താണ്? വചനം വായിക്കുക. ക്രൈസ്തവരായ നമുക്ക് വചനം വ്യാഖ്യാനിച്ച് അർത്ഥം പറഞ്ഞു തരുന്നത് ഡാഷാണ് തിരുസഭ. വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നവനെ ഡാഷ് എന്നാണ് ഈശോ വിളിക്കുന്നത്, വിവേകി. ദൈവവചനം എപ്രകാരം ശ്രവിക്കണമെന്നാണ് ലാസറിൻ്റെ സഹോദരിയായ മറിയത്തിൻ്റെ ഉദാഹരണം നമ്മെ പഠിപ്പിക്കുന്നത്. മറിയം കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ് ഈശോ അവളെ പ്രശംസിച്ചു. മറിയത്തെ പോലെ തുറന്ന ഹൃദയത്തോടുകൂടി ദൈവവചനം നാം ശ്രവിക്കണം. എഴുതപ്പെട്ട വചനത്തിലൂടെ ദൈവം ഇന്നും നമ്മോട് സംസാരിക്കുന്നുവെന്ന തിരിച്ചറിവോടും ബോധ്യത്തോടും കൂടി വേണം ബൈബിൾ വായിക്കാനും ശ്രവിക്കാനും. വചനം ശ്രവിക്കുന്നതിൽ നമുക്ക് നിരന്തര പരിശീലനം അത്യാവശ്യമാണ്. അപ്പോഴാണ് ദൈവസ്വരം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. ഏവർക്കും യേശുവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു. താങ്ക് യു.